ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറിനെ ദ്വാരപാലക ശില്പക്കേസിലും പ്രതി ചേർത്തു. തട്ടിപ്പിൽ പത്മകുമാറിന് പങ്കെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. നേരത്തെ കട്ടിലപ്പാളി കേസിലും പ്രതി ചേർത്തിരുന്നു. സിജോ ബി ജോൺ ചേരുന്നു. സിജോ, വിവരങ്ങൾ. പത്മകുമാറിനെ കഴിഞ്ഞ ദിവസം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദ്വാരപാലക ശില്പ കേസിലും പ്രതികരിച്ചിരിക്കുന്നത്. ഈ ദ്വാരപാലക ശില്പം കൊണ്ടുപോയി സ്വർണം തട്ടിയെടുത്ത സംഭവത്തിൽ ഇയാളുടെ പങ്കും വ്യക്തമാണ്. ഇയാളുടെ സഹായവും അതിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടാമതൊരു കേസിൽ കൂടി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും പത്മകുമാറിന്റെ കൂടുതൽ കുരുക്കുമുറുകയാണ്. കാരണം മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ച സാഹചര്യത്തിൽ അതിൽ വാദം നടക്കുന്ന സാഹചര്യത്തിലൊക്കെ കൂടിയാണ് ഇത്തരത്തിൽ രണ്ടാമതൊരു കേസ് കൂടി വരികയും ചെയ്യുന്നത്. എന്തായാലും ഇതിന് കൃത്യമായ ഒരു ഇടപെടൽ പത്മകുമാർ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. അപ്പം ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നുണ്ട്. റിമാൻഡ് കാലാവധി നീട്ടാനായിരിക്കും അല്ലേ? അതെ, റിമാൻഡ് കാലാവധി പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുന്നത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. സ്വാഭാവികമായും റിമാൻഡ് എക്സ്റ്റൻഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്തത്. എന്തായാലും കൂടുതൽ തെളിവ് ലഭിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ശരി സിജോ.